നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജന പൊതുവാൾ. 2026 മാർച്ച് 16 മുതൽ മാർച്ച് 22 വരെയുള്ള കാലഘട്ടം ഓരോ കൂറുകാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മീനം രാശിയിൽ സൂര്യൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരുന്നു. ഒരു പ്രത്യേക സാഹചര്യം ഈ വാരത്തിലുണ്ട്. ഇത് പല രാശിക്കാർക്കും തൊഴിൽപരമായും വ്യക്തിപരമായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. എങ്കിലും ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കാനോ ഇന്റർവ്യൂകളിൽ വിജയിക്കാനോ ഉള്ള സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ആഴ്ച ശുഭവാർത്ത പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഉള്ള അനുകൂലമായ സമയമാണ്. കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. ഭൂമി ഇടപാട്, നിർമ്മാണ മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും. മുമ്പ് കുടിശ്ശികയായി ഇരുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. എങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ വൈകിയവർക്ക് അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം പ്രതീക്ഷിക്കാം. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് അമിതമായ ജോലിഭാരം മൂലമുള്ള ക്ഷീണം, തലവേദന അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ഉദരസംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും ഉറപ്പാക്കുക. മേടക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഈ ആഴ്ച പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നന്നായിരിക്കും. ചൊവ്വാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും ദോഷഫലം കുറയ്ക്കുന്നതിനും കാര്യതടസ്സങ്ങൾ മാറാനും ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യപകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും. ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിച്ചേക്കാം. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. ടീം വർക്കുകളിൽ നിങ്ങളുടെ നേതൃത്വ പാടവം ശ്രദ്ധിക്കപ്പെടും. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ജോലിഭാരം അല്പം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ജോലികൾ തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുൻ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. ആഴ്ചയുടെ ആദ്യ പകുതി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തികമായി ഈ വാരം മികച്ചതാണ്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭം ഉണ്ടായേക്കാം. എങ്കിലും ആഴ്ചയുടെ
മധ്യ ദിവസങ്ങളിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണം ഇടപാടുകളിൽ മിതത്വം പാലിക്കുക. കടബാധ്യതകൾ തീർക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടവരും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ബന്ധം ദൃഢമാകും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുണ്ടാകും. കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കും. മത്സര പരീക്ഷകൾക്കോ പ്രവേശന പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. കായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കാലുകൾക്കോ സന്ധികൾക്കോ ചെറിയ വേദന അനുഭവപ്പെട്ടേക്കാം. ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുക. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാകും. പുതിയ സൗഹൃദങ്ങൾ ഗുണകരമാകും. രാത്രികാല യാത്രകളിൽ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കുറുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ഈ ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കൂടുതൽ അനുകൂലമായി കാണപ്പെടുന്നത്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമെങ്കിലും അത് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഠിനാധ്വാനം വേണ്ടിവരും. എങ്കിലും കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിച്ചേക്കാം. ആഴ്ചയുടെ ആദ്യ പകുതി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂല ഫലം പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. അല്ലാത്ത പക്ഷം അനാവശ്യ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ വിജയിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വരവിനോടൊപ്പം തന്നെ ചിലവുകളും വർദ്ധിക്കുന്ന വാരമാണിത്. അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വരും. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പങ്കാളിയുമായി ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ അത് പരിഹരിക്കപ്പെടും. വിവാഹാലോചനകളിൽ തീരുമാനമെടുക്കാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. പഠനത്തിൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനപ്രയത്നം ആവശ്യമാണ്. അറിവ് വർദ്ധിപ്പിക്കാനായി പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. തൊണ്ട സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. തണുത്ത ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. പെട്ടെന്നുള്ള എടുത്തുചാട്ടം ഒഴിവാക്കുക. ആരെയും അന്ധമായി വിശ്വസിച്ച് രഹസ്യങ്ങൾ പങ്കുവെക്കരുത്. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വെണ്ണയോ തുളസിമാലയോ സമർപ്പിക്കുന്നതും കാര്യതടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കും. കാലങ്ങളായി കാത്തിരിക്കുന്ന സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളത്തോടു കൂടിയ പുതിയ ജോലി ലഭിക്കാനോ ഉള്ള സാധ്യത കാണുന്നു.
മേലധികാരികളിൽ നിന്ന് പിന്തുണ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ജോലിഭാരം അല്പം കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഈ ആഴ്ച അനുയോജ്യമാണ്. ബിസിനസ് സംബന്ധമായ യാത്രകൾ ഗുണകരമാകും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. മുമ്പ് നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ് ഇടപാടുകളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി മിശ്രഫലമാണ് ഈ വാരം. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ വരാൻ സാധ്യത കാണുന്നു. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാം, എങ്കിലും ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പിതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും വർദ്ധിക്കും. പങ്കാളിയുമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച യാത്രകളിൽ നിന്ന് നേട്ടം, തൊഴിൽപരമായ നേട്ടം, കുടുംബസമാധാനം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ ഈ വാരം അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഉത്തമമാണ്. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ധാര വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും ഉണർവ് അനുഭവപ്പെടുന്ന സമയമാണിത്. ജോലിയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യത കാണുന്നു. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമായ മറുപടികൾ ലഭിച്ചേക്കാം. പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനോ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഈ വാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം വർദ്ധിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ ആഴ്ചയുടെ മധ്യഭാഗം ഉചിതമാണ്. പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശ്വസ്തരായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും പഴയ ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം നേടാനും സാധിക്കും. സർക്കാർ സംബന്ധമായ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആലോചിക്കുന്നവർക്ക് ഈ വാരം ഗുണകരമാണ്. എങ്കിലും ആഴ്ചയുടെ തുടക്കത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. വീട് അലങ്കരിക്കാനോ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള സാധ്യത കാണുന്നു. തീർത്ഥാടനത്തിനായോ വിനോദയാത്രകളോ പോകാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി നിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം ചെറിയ ദൂരയാത്രകൾക്കോ തീർത്ഥാടനത്തിനോ പ്ലാൻ ചെയ്യും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാതെ നിന്നവർക്ക് ഈ ആഴ്ച അനുകൂലമായ മറുപടികൾ ലഭിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയിക്കുന്നവർക്ക് വിവാഹം പോലുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഉചിതമായ സമയമാണ്. ബുദ്ധിയും ഗ്രഹണശേഷിയും വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. മത്സര പരീക്ഷകൾക്കോ പ്രവേശന പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർ ഈ വാരം വളരെ അനുകൂലമാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. കല, കായികം, സാഹിത്യം മേഖലകളിൽ ഉള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദമോ കണ്ണിന് അസ്വസ്ഥതയോ ഉണ്ടായേക്കാം. ആഴ്ചയുടെ രണ്ടാം പകുതി എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കും. കർമ്മരംഗത്ത് അംഗീകാരം, അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം.
ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയമോ സൂര്യഗായത്രിയോ ജപിക്കുന്നത് കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തടസ്സങ്ങൾ ഉണ്ടാകും, എങ്കിലും അവയെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ആഴ്ചയുടെ രണ്ടാം പകുതിയോടെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. വ്യാപാരത്തിൽ ലാഭമുണ്ടാകും, എങ്കിലും വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടുമ്പോൾ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ പങ്കാളിയുടെ സുതാര്യത നിലനിർത്തുക. വരുമാനം തൃപ്തികരമായിരിക്കും, എന്നാൽ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് കുടുംബസമാധാനം നിലനിർത്താൻ സഹായിക്കും. പ്രത്യേകിച്ച് ആഴ്ചയുടെ മധ്യദിവസങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാൻ ഈ ആഴ്ച അവസരമുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യത കാണുന്നു. എങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ പഠനത്തിൽ ചെറിയ മടുപ്പോ ഏകാഗ്രതക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കണക്ക് എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഈ വാരം കൂടുതൽ അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ ആഴ്ചയിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കോ ദഹനക്കേടിനോ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്തെ തിരക്കുകൾ മൂലം ചെറിയ രീതിയിലുള്ള തലവേദനയോ ഉറക്കക്കുറവോ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുക. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പ്രതിസന്ധികളെ മറികടക്കാനും മുടങ്ങുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. പണമിടപാടുകളിലും ഔദ്യോഗിക ചർച്ചകളിലും അതീവ ജാഗ്രത കാണിക്കുക. ആവേശം കാണിക്കുന്നത് തിരിച്ചടി ആയേക്കാം. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ആഴ്ചയുടെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിരിക്കും. ഈ ആഴ്ച ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. പദവിയിലോ ഉത്തരവാദിത്തങ്ങളിലോ മാറ്റമുണ്ടാകാൻ സാധ്യത കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കാനോ അനുകൂലമായ മറുപടികൾ ലഭിക്കാനോ സാധ്യത കാണുന്നു. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാനോ വിപണിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനോ സാധിക്കും. മുടങ്ങിക്കിടന്ന കരാറുകൾ പുനരാരംഭിക്കാൻ ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലുള്ളത് വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നവർക്കോ ഈ ആഴ്ച ആദ്യ പകുതി വളരെ അനുകൂലമാണ്. അപ്രതീക്ഷിതമായി ധനവർദ്ധനവ് ഉണ്ടാകും. കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്ന പണം അപ്രതീക്ഷിതമായി കൈവശം വന്നു ചേരാൻ സാധ്യത കാണുന്നു. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ ചിട്ടികളിൽ നിന്നോ ലാഭം ലഭിക്കാൻ ഈ ആഴ്ച അനുകൂലമാണ്. വസ്തുവോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ ഈ വാരത്തിൻ്റെ ആദ്യ പകുതി വളരെ നല്ലതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഒത്തൊരുമയുണ്ടാകും. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ തുടങ്ങാനോ സാധ്യത കാണുന്നു. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ തർക്കങ്ങളും പിണക്കങ്ങളും മാറി ഒത്തൊരുമയുണ്ടാകും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയും സ്നേഹവും പ്രതീക്ഷിക്കാം.
വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരാൻ ഈ ആഴ്ച സാധ്യത കാണുന്നു. പഠന കാര്യത്തിൽ കൂടുതൽ താല്പര്യവും ശ്രദ്ധയും വർദ്ധിക്കും. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആഗ്രഹിച്ച കോഴ്സുകൾ പ്രവേശനം ലഭിക്കാൻ വഴിയൊരുങ്ങും. കായിക രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് പ്രശംസയും പുരസ്കാരവും ലഭിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കാതെ നോക്കുക. ഗുണഫലം: തൊഴിൽപരമായ നേട്ടം, സാമ്പത്തിക ലാഭം, കുടുംബ ഐക്യം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ അവസാന പകുതിയാണ് കൂടുതൽ ഉത്തമം. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ സ്ഥാനമാറ്റത്തിനോ ദൂരയാത്രകൾക്കോ സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ആഴ്ചയുടെ അവസാനത്തോടെ ലഭിക്കും. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ബിസിനസ് നടത്തുന്നവർക്ക് ഇടപാടുകളിൽ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് ഉത്തമം. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചർച്ചകൾ തുടരാം. എന്നാൽ വലിയ തുകകൾ കടം വാങ്ങി നിക്ഷേപിക്കുന്നത് ഈ ആഴ്ച ഒഴിവാക്കുന്നത് ഉത്തമമാണ്. പുതിയ ബിസിനസ് പങ്കാളികളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ പശ്ചാത്തലം വ്യക്തമായി പരിശോധിക്കുക. വിശ്വസ്തത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. വരുമാനത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ലെങ്കിലും അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ചെലവുകൾ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. കുടുംബ സംബന്ധമായോ ആരോഗ്യപരമായോ ഉള്ള കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ മറ്റ് ഊഹക്കച്ചവടങ്ങളിലോ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അല്പം നന്നായിരിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ ചില അവസരങ്ങൾ ഒത്തുവരും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുമെങ്കിലും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചെറിയ സ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നു. ബന്ധുക്കളിൽ നിന്നോ ദൂരെയുള്ള കുടുംബാംഗങ്ങളിൽ നിന്നോ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി കൂടുതൽ അടുപ്പവും സഹകരണവും ഈ ആഴ്ച അനുഭവപ്പെടും. വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ പഠന കാര്യങ്ങളിൽ ചെറിയ മടുപ്പോ അലസതയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതിയോടെ ഏകാഗ്രത തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിന് അനുസൃതമായ ഫലം ലഭിക്കും. ദഹനക്കുറവ്, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഭക്ഷണകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. സന്ധിവേദനയോ പേശീവലിവോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അമിതമായ ശാരീരിക അധ്വാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കും. മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളിൽ തീരുമാനമാകും. എടുത്തുചാട്ടം ഒഴിവാക്കുക. ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് വളരെ ഗുണകരവും ഭാഗ്യം നിറഞ്ഞതുമായ ഒരു വാരമാണിത്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ഈ ആഴ്ച സഹായിക്കും. ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധിക്കും. പ്രമോഷനോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടും. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഓഫറുകൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് ഈ ആഴ്ച ഉത്തമമാണ്. വിദേശ ബന്ധങ്ങളിലൂടെ പുതിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക നില വളരെ ഭദ്രമായിരിക്കും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാം.
ലഭിക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പണമോ കടം കൊടുത്ത തുകയോ അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കും. സ്വർണം, ഭൂമി അല്ലെങ്കിൽ ഓഹരി വിപണി എന്നിവയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അല്ലെങ്കിൽ അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. സഹോദരനിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കാം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകൾ സംഘടിപ്പിക്കാനോ സാധ്യത കാണുന്നു. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി സ്നേഹപൂർണമായ അന്തരീക്ഷം സംജാതമാകും. പുതിയ വിവാഹാലോചനകൾ വരാൻ സാധ്യത കാണുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ വിവാഹ നിശ്ചയത്തിലേക്ക് നീങ്ങാൻ സാധ്യത കാണുന്നു. പഠനത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ആഴ്ച സാധിക്കും. മത്സര പരീക്ഷയിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. വിദേശത്തോ പ്രശസ്തമായ സർവകലാശാലകളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അറിയിപ്പുകൾ ലഭിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ചിരുന്ന ശാരീരിക തളർച്ച മാറി നല്ല ഉന്മേഷവും പ്രസരിപ്പും അനുഭവപ്പെടും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണിനോ പല്ലിനോ ചെറിയ അസ്വസ്ഥതകൾ തോന്നിയേക്കാം. കൃത്യമായ വിശ്രമം ഉറപ്പാക്കുക. ഈ ആഴ്ചത്തെ ഗുണഫലം എന്ന് പറയുന്നത് തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളും അനുകൂലമായി തീരുമെന്നതാണ്. സാമ്പത്തിക ഇടപാടുകളും സംസാരത്തിലും നിയന്ത്രണം പാലിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. അശ്രദ്ധ കാണിക്കാതിരിക്കുക. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ജോലിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാൻ വൈകിയേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ ആഴ്ച അനുയോജ്യമല്ല. നിലവിലുള്ള രീതിയിൽ തന്നെ മുന്നോട്ടു പോകുക. സാമ്പത്തിക ഇടപാടിൽ കൃത്യത പാലിക്കുക. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ള വാരമാണിത്. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. ലോണുകൾക്കോ കടം വാങ്ങുന്നതിനോ ഈ ആഴ്ച മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിദഗ്ധോപദേശം തേടുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് സമാധാനം നിലനിർത്താൻ സാധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങൾ ഒഴിവാക്കുക. പഠനത്തിൽ അലസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പ്രത്യേക പരിശ്രമം ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. പൊതുവെ ഈ വാരം ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കാലുകൾക്കോ സന്ധികൾക്കോ വേദനയോ മറ്റോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. വായുക്ഷോഭം സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. യാത്രകളിൽ ജാഗ്രത വേണം. ഈ ആഴ്ചയുടെ ഗുണഫലങ്ങൾ തടസ്സങ്ങൾക്കിടയിലും വിചാരിക്കാതെ ചില ഉറവിടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. പണം കൈകാര്യം ചെയ്യുന്നതിലും സംസാരത്തിലും അതീവ നിയന്ത്രണം ആവശ്യമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ശാരീരികവും മാനസികവുമായി അല്പം സമ്മർദ്ദം ഉണ്ടായേക്കാമെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലമാകും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മേലധികാരികളുമായി ഇടപെടുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. പുതിയ നിക്ഷേപങ്ങൾക്കോ വലിയ ബിസിനസ് മാറ്റങ്ങൾക്കോ ഈ ആഴ്ച അത്ര അനുയോജ്യമല്ല. നിലവിലുള്ള ഇടപാടുകളിൽ കൃത്യമായി നിരീക്ഷണം വേണം. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഒഴിവാക്കുക. ആഴ്ചയുടെ അവസാനത്തോടെ അപ്രതീക്ഷിതമായി ചില ധനസഹായങ്ങൾ
ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. എങ്കിലും മിച്ചം പിടിക്കാൻ കഠിനമായി ശ്രമിക്കേണ്ടി വരും. വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷത്തിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ ഉള്ള പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സമയം നല്ലതാണ്. പങ്കാളിയുമായി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ വിവേകം പാലിക്കുക. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കൂ. നടുവേദന, കാലുവേദന അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ വ്യായാമവും വിശ്രമവും ശീലിക്കുക. യാത്രകളിൽ അതീവ ശ്രദ്ധ പാലിക്കുക. ആഴ്ചയുടെ അവസാന പകുതിയോടെ മനസ്സിൻ്റെ ആശങ്കകൾ മാറുകയും തടസ്സപ്പെട്ട കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ പണം കൈകാര്യം ചെയ്യുന്നതിലും ജാഗ്രത പുലർത്തുക. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനക്കാർ ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. വലിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. ജോലിയിൽ കഠിനാധ്വാനം വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കഠിനാധ്വാനത്തിൻ്റെ ഫലം ഭാവിയിൽ ഗുണകരമായിരിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ പദ്ധതികൾ അടിത്തറയിടാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്ക് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ബിസിനസ് ബന്ധമുള്ളവർക്ക് അനുകൂലമായ വാർത്ത ലഭിക്കും. സാമ്പത്തികമായി ഈ ആഴ്ച ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും വർദ്ധിക്കും. വീടുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ ഈ ആഴ്ച അനുയോജ്യമാണ്. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ സാധ്യത കാണുന്നു. പ്രവേശന പരീക്ഷകളിൽ ഭേദപ്പെട്ട വിജയം കൈവരിക്കും. സയൻസ്, IT, എഞ്ചിനീയറിംഗ് മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ ആഴ്ച കൂടുതൽ നേട്ടങ്ങൾ നൽകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസിഡിറ്റിയോ വരാൻ സാധ്യത കാണുന്നു. സന്ധിവേദന, കാൽവേദന ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തടസ്സപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി. കുടുംബത്തിൽ ഐശ്വര്യവുമാണ് ഈ ആഴ്ചത്തെ ഗുണഫലം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത നൽകുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.